ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയറിലെ 8ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഒരു അവസ്ഥ. നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല ഗംഭീര മഴയാണ്. അപ്പൊ മഴ ഇപ്പോ വരാറായിട്ടൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ മഴ എത്തിയിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മഴക്കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്തു വന്നിരുന്ന ഹെയർ കെയറും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക. നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോൾ നമുക്ക് കായ വരാനും അതേപോലെ തന്നെ മുടിയില് പൂപ്പല് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വരാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനും മുടി കൊഴിച്ചിൽ ഉണ്ടാവാനും താരൻ കൂടാനൊക്കെ കാരണമാവും. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, തലയിൽ ചളി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഷാമ്പു യൂസ് ചെയ്യുക. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഷാമ്പു യൂസ് ചെയ്യണം, അത് മസ്റ്റ് ആണ്. തലയിൽ ചളി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ എവിടെയൊക്കെ വലിയൊരു യാത്ര പോയി വന്നു, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അന്ന് ഷാമ്പു യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് പുറത്ത് ഒരു ടൂറ് പോയി വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ വന്ന ദിവസം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഓയിൽ തലയിലിട്ടിട്ട് അപ്പൊ തന്നെ ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തല കുളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറും കിട്ടും. അതേപോലെ തന്നെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ മുടി, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ മുടിയിൽ പൊതുവെ ഒരു ഈർപ്പം നിലനിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കട്ടിയുള്ള പാക്കുകൾ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തല ഉണക്കാൻ പറ്റുന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നന്നായിട്ട് മഴ പെയ്യുന്ന ദിവസമാണ്, തോരാത്ത മഴയാണെങ്കിൽ നിങ്ങൾ അന്ന് തല കുളിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന ഹെയർ കെയർ ടിപ്സ് മാറ്റി വെച്ചത് പിറ്റത്തെ ദിവസത്തേക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഉണക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ മെത്തേഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഉലുവയുടെ വെള്ളം, കായ്ക്കണ വേപ്പിന്റെ വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങൾ, തിളപ്പിച്ച വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങൾ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ചാനൽ പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയാം, കൂടുതലായിട്ടും ഞാൻ മഴക്കാലത്ത് തിളപ്പിച്ച സാധനങ്ങളാണ് കൂടുതലായിട്ട് കാണിച്ചു തരാറുള്ളത്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഉണക്കാൻ പറ്റുന്നുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തല നനച്ച് കുളിച്ച് ഇങ്ങനെയുള്ള ഹെയർ കെയർ ടിപ്സുകൾ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് മഴയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോ ഇനി നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യം സീഡുകൾ, അതായത് അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ബദാം, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇങ്ങനെയുള്ള സീഡുകൾ, എള്ള്, പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സാധനമാണ് എള്ള്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹെയർ കെയറിന് ഭയങ്കരമായിട്ട് പ്രോട്ടീനും അതേപോലെ തന്നെ നല്ല ബലവും ഉറപ്പും ഒക്കെ തരാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സീഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഹെയർ കെയറിന്റെ വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സാധാരണയായിട്ട് ഇപ്പോ നമ്മുടെയൊക്കെ പോലെ ലൈഫ് സ്റ്റൈൽ പോകുന്ന ആളുകൾ ഉണ്ടാവും, വീട്ടമ്മമാര്. അപ്പൊ അവർക്ക് മുറ്റത്തേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് ഒന്നും ഇറങ്ങാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ 50 പൈസയുടെ കവറില്ലേ, ഞാൻ അവിടെ ചെയ്യുന്നതാണ്. 50 പൈസയുടെ കവറ് നമ്മുടെ തലയിൽ കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയുടെ ഓട്ടിലേക്ക് വെള്ളമാവില്ല. അപ്പൊ നിങ്ങൾക്ക് മുടി ഡാമേജ് ആവാതെ, നമ്മുടെ സ്കിന്നൊന്നും ഡാമേജ് ആവാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. തല നനയാതെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോഴൊന്നും യാതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട്, ഹെയർ കെയറിന്റെ വീഡിയോസ് ആയിട്ട്, അതായത് തലയിൽ തേക്കുന്ന ഹെയർ കെയർ ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റ.